ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു അറേബ്യൻ ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കബ്സ മസാല, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഡ്രൈ ലെമൺ, പിന്നെ ഏലക്കായ. ഇതാണ് നമ്മൾ സ്പൈസസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരി വേണം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ വേണം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നെയ്യോ ബട്ടറോ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അങ്ങനെ നമ്മൾ ഒനിയനൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെച്ചത് ഒരു ബൗളും നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ ആ പച്ചമണം മാറി വരുന്നവരെ നന്നായി ഇളക്കുക. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ 2 മാഗി ക്യൂബും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൈസസ് നമ്മൾ ഡയറക്റ്റ് ഓയിലിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൗഡേഴ്സും, അതായത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കബ്സിൻ്റെ മസാല, അത് റെഡിമെയ്ഡായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. ആ പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നന്നായി വന്ന് മസാല ഒക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, അതായത് ഒരു മീഡിയം സൈസ് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആ മസാലയിൽ കിടന്നിട്ട് തന്നെ നന്നായി വെന്ത് വരണം. പിന്നീട് മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഡബിളായിട്ട് നമ്മൾ വെള്ളം എടുത്ത് വെക്കണം. ആദ്യം നമ്മൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ചിക്കനിലേക്ക് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിൽ കിടന്ന് തിളക്കുന്നവരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾക്ക് ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത ചിക്കന് നമുക്ക് ഓരോന്നോരോന്നായി മാറ്റിയെടുക്കാം. ഇനി ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസി പൗഡേഴ്സ് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ അതിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായി മുരിഞ്ഞ് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവാനായിട്ട് അരമണിക്കൂർ വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നമ്മൾ അറേബ്യൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അണേബിൾ ചെയ്തിടുക. അപ്പോൾ ഓക്കെ, റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.